നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ HMPV കേസ് ബാംഗ്ലൂരുവിൽ സ്ഥിരീകരിച്ചു. 8 മാസം പ്രായമുള്ള കുഞ്ഞിനാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും ഗർഭിണികളും ജീവിതശൈലി രോഗമുള്ളവരും മാസ്ക് ഉപയോഗിക്കുന്നതാണ് അഭികാമ്യമെന്നും ആരോഗ്യ വിഭാഗം. കുന്നംകുളം താലൂക്ക് തലത്തിൽ കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്ത് ചൊവ്വാഴ്ച നടക്കും. ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ രാവിലെ 9:30 റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി AC മൊയ്തീൻ MLA. മതസൌഹാർദ്ദം വിളിച്ചോതി എടക്കഴിയൂർ ചന്ദനക്കുടം കൊടിക്കുത്ത് നേർച്ചയ്ക്ക് വർണ്ണാഭമായ തുടക്കം. എടക്കഴിയൂർ സയ്യിദ് ഹൈദ്രോസ് ഇമ്പിച്ചിക്കോയ തങ്ങളുടെയും സഹോദരി ഫാത്തിമ ബി കുഞ്ഞി ബീവിയുടെയും 167ാമത് ആണ്ടുനേർച്ചയാഘോഷം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി. യേശു മാമോദിസ സ്വീകരിച്ചതിന്റെ സ്മരണയിൽ ക്രൈസ്തവ സമൂഹം വെളിച്ചത്തിന്റെ പെരുന്നാൾ അഥവാ ദനഹ പെരുന്നാൾ ആഘോഷിക്കുന്നു. വീടുകളിലും ദേവാലയങ്ങളിലും ദീപാലങ്കാരങ്ങൾ ഒരുക്കിയ പൌരാണിക ക്രിസ്ത്യൻ ഉത്സവമായ പിണ്ടിപ്പെരുന്നാൾ ആഘോഷം വർണ്ണാഭം. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ. ഗൾഫിൽ നിന്നും വന്ന എടക്കഴിയൂർ സ്വദേശിയായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ പ്രതികൾ അറസ്റ്റിൽ. ചാവക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ VV വിമലിന്റെ നേതൃത്വത്തിൽ അകലാട് സ്വദേശികളായ പ്രതികളെ പിടികൂടിയത് ഗുരുവായൂരിലുള്ള ലോഡ്ജിൽ നിന്ന്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ആദ്യ HMPV കേസ് ബംഗളൂരുവിൽ സ്ഥിരീകരിച്ചു. 8 മാസം പ്രായമുള്ള കുഞ്ഞിനാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് കുട്ടി. സ്വകാര്യ ലാബിലെ പരിശോധനയിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. കുട്ടിക്ക് യാത്രാ പശ്ചാത്തലമില്ല. ഇതിനാൽ കൂടുതൽ പരിശോധനകളിലേക്ക് കടക്കാനാണ് തീരുമാനം. കുഞ്ഞിന് HMPVയുടെ ഏത് വകഭേദമാണ് ബാധിച്ചിരിക്കുന്നതെന്നടക്കം വ്യക്തമായിട്ടില്ല. കുന്നംകുളം താലൂക്ക് തല കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്ത് ചൊവ്വാഴ്ച നടക്കും. ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് അദാലത്ത്. പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിച്ച് അവരുടെ ക്ഷേമം ഉറപ്പാക്കുക എന്ന സർക്കാർ നയത്തിന്റെ ഭാഗമായി താലൂക്ക് തലത്തിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന കരുതലും കൈത്താങ്ങും പരാതി പരിഹാര കുന്നംകുളം താലൂക്ക് തല അദാലത്ത് ചൊവ്വാഴ്ച രാവിലെ 9:30 സാമൂഹിക നീതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര പ്രകൃതിവാതക പെട്രോളിയം ടൂറിസം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി, കെ രാധാകൃഷ്ണൻ MP എന്നിവർ മുഖ്യാതിഥികളാകും. MLAമാരായ AC മൊയ്തീൻ, മുരളി പെരുന്നെല്ലി, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, നഗരസഭ എന്നിവിടങ്ങളിലെ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. പോക്കുവരവ്, അതിർത്തി നിർണയം, അനധികൃത നിർമ്മാണം, ഭൂമി കയ്യേറ്റം, അതിർത്തി തർക്കങ്ങളും വഴി തടസ്സപ്പെടുത്തലും തുടങ്ങി ഭൂമി സംബന്ധമായ വിഷയങ്ങൾ, സർട്ടിഫിക്കറ്റുകൾ, ലൈസൻസുകൾ എന്നിവ നൽകുന്നതിലെ കാലതാമസവും നിരസിക്കലും, കെട്ടിട നമ്പർ, നികുതി എന്നീ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, വയോജന സംരക്ഷണം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള വിവിധ ആനുകൂല്യങ്ങൾ, മത്സ്യബന്ധന തൊഴിലാളികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ പുനരധിവാസം, ധനസഹായം, പെൻഷൻ തുടങ്ങിയ ആവശ്യങ്ങൾ, ചികിത്സാ ആവശ്യങ്ങൾ എന്നിവയ്ക്കും റേഷൻ കാർഡ് തുടങ്ങി 21ഓളം വിഷയങ്ങളാണ് അദാലത്തിൽ പരിഗണിക്കുന്നത്. സർക്കാർ നയത്തിന്റെ ഭാഗമായാണ് പൊതുജനങ്ങൾ നേരിടുന്ന വിഷയങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് അദാലത്ത് സംഘടിപ്പിക്കുന്നതെന്ന് AC മൊയ്തീൻ MLA പറഞ്ഞു. നിരവധി കാലങ്ങളായി പരാതി നൽകിയിട്ടും പരിഹാരം കാണാത്ത വിഷയങ്ങൾ 2 മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ്റെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദുവിൻ്റെയും നേതൃത്വത്തിൽ ജില്ലാതല ഉദ്യോഗസ്ഥന്മാരും കളക്ടറും ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് പരാതികളിൽ തീർപ്പാക്കുന്ന പദ്ധതിയാണ് കരുതലും കൈത്താങ്ങും. കുന്നംകുളം താലൂക്കിലെ പരാതി പരിഹാര അദാലത്ത് 400ഓളം അപേക്ഷകളാണ് ഓൺലൈനായിട്ട് ലഭ്യമായിട്ടുള്ളത്. അതിനു പുറമെ അവിടെ സ്ഥലത്തെത്തിച്ചേരുന്നവരുടെ പരാതികളും സ്വീകരിച്ച് അതിന്മേൽ പിന്നീട് ആവശ്യമായ നടപടികൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓൺലൈനായി ലഭിച്ച അപേക്ഷകളിലാണ് ജില്ലാതല ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിഹാരം കാണാൻ ശ്രമിക്കുക. ഇതുവരെ അപേക്ഷ നൽകുവാൻ സാധിക്കാത്തവർക്ക് ചൊവ്വാഴ്ച നേരിട്ടെത്തി അപേക്ഷ നൽകുവാൻ സൌകര്യം ഉണ്ടായിരിക്കുമെന്നും നിലവിൽ 400ഓളം അപേക്ഷകളാണ് കുന്നംകുളം താലൂക്ക് തലത്തിൽ ലഭ്യമായിട്ടുള്ളതെന്നും MLA കൂട്ടിച്ചേർത്തു. കുനമുച്ചിയിൽ വീടുകയറി ആക്രമണം നടത്തിയതായി പരാതി. ഗൃഹനാഥനും മകനും പരിക്കേറ്റു.
പുലിക്കോട്ടിൽ ബൈജുവിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രി 3-അംഗ സംഘം അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയതെന്ന് പറയുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ ബൈജുവിനെയും മകനെയും ചുണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാത്രി 10 മണിയോടുകൂടിയായിരുന്നു സംഭവം. വീട്ടിലെത്തിയ സംഘം വിളിച്ചതിനെ തുടർന്ന് വാതിൽ തുറന്നപ്പോഴാണ് ബൈജുവിനെയും ഭാര്യയെയും അമ്മയെയും 2 കുട്ടികളെയും ആക്രമിച്ചത്. 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ മകന്റെ കയ്യിൽ പൊട്ടലുണ്ട്. മതസൗഹാർദ്ദം വിളിച്ചോതി നടത്തുന്ന എടക്കഴിയൂർ ചന്ദനക്കുടം കൊടിക്കുത്ത് നേർച്ചയ്ക്ക് വർണ്ണാഭമായ തുടക്കം. എടക്കഴിയൂർ സയ്യിദ് ഹൈദ്രോസ് ഇമ്പിച്ചിക്കോയ തങ്ങളുടെയും സഹോദരി ഫാത്തിമ ബി കുഞ്ഞി ബീവിയുടെയും 167ാമത് ആണ്ടുനേർച്ചയ്ക്കാണ് തിങ്കളാഴ്ച തുടക്കമായത്. എടക്കഴിയൂർ വളയംതോട് കൊഴപ്പാട്ട് പരേതനായ അയ്യപ്പുവിന്റെ വീട്ടിൽ നിന്നും ആദ്യകാഴ്ച 10 മണിക്ക് ജാറം അങ്കണത്തിൽ എത്തിച്ചേർന്നു. വർഷങ്ങളായി ആദ്യകാഴ്ചയ്ക്ക് നേതൃത്വം നൽകിയിരുന്ന അയ്യപ്പസ്വാമി 5 വർഷം മുമ്പ് മരിച്ചെങ്കിലും പതിവ് തെറ്റിക്കാതെ കുടുംബാംഗങ്ങളാണ് ഈ ചടങ്ങ് നടത്തുന്നത്. ഒരാഴ്ചത്തെ വ്രതമെടുത്താണ് ആദ്യകാഴ്ചയ്ക്ക് ഒരുങ്ങുന്നത്. അയ്യപ്പസ്വാമിയുടെ മകനായ രാജു മറ്റ് കുടുംബാംഗങ്ങളും ചേർന്ന് ആദ്യകാഴ്ചയ്ക്ക് വേണ്ട ചടങ്ങുകൾ നിർവഹിച്ച് ആന, ബാൻഡ് വാദ്യം എന്നിവയുടെ അകമ്പടിയോടെ ജാറം അങ്കണത്തിലെത്തി. ആദ്യ ദിനത്തിൽ എടക്കഴിയൂർ പഞ്ചവടി കടപ്പുറത്തു നിന്ന് പുറപ്പെടുന്ന തിരുമുൽക്കാഴ്ച രാത്രി 11 മണിയോടെ ജാറം അങ്കണത്തിലെത്തിച്ചേരും. 8ഓളം ഗജവീരന്മാരും വാദ്യമേളങ്ങളും കാഴ്ചയിൽ അണിനിരക്കും. തുടർന്ന് 11:30 എക്സ്കവോ അകലാട്, 12 മണിക്ക് 46 അകലാട് കാഴ്ചകളും ജാറമംഗണത്തിൽ എത്തിച്ചേരും. നേർച്ചയുടെ പ്രധാന ദിവസമായ ചൊവ്വാഴ്ച രാവിലെ 8 മണിക്ക് യഹിയ തങ്ങളുടെ വസതിയിൽ നിന്നും അതിർത്തി സിദ്ദിഖ് മൽഹറ പള്ളി പരിസരത്തു നിന്നും ആരംഭിക്കുന്ന തെക്ക് വടക്ക് ഭാഗം കമ്മിറ്റികളുടെ കൊടിക്കയറ്റ കാഴ്ചകൾ 11 ജാറത്തിലെത്തി കൊടിക്കയറ്റം നിർവഹിക്കും. തുടർന്ന് വിവിധ കാഴ്ചകളും ജാറമംഗണത്തിൽ എത്തിച്ചേരും. ഗുരുവായൂർ ACP ബിജുവിന്റെ നേതൃത്വത്തിൽ ചാവക്കാട് SHO VV വിമലിന്റെ നിയന്ത്രണത്തിൽ ശക്തമായ പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. ചങ്ങരംകുളം ഐനിച്ചോട് ബൈക്കിടിച്ച് സ്ത്രീ മരിച്ച സംഭവത്തിൽ ബൈക്ക് യാത്രികനായ ആൽത്തറ സ്വദേശി അറസ്റ്റിൽ. പുന്നേർകുളം ആൽത്തറ സ്വദേശി 21 വയസ്സുള്ള പ്രജിത്തിനെയാണ് ചങ്ങരംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച രാത്രിയാണ് തമിഴ്നാട് സ്വദേശിയായ 51 വയസ്സുള്ള രേവതി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ഞായറാഴ്ച പുലർച്ചെയോടെ ഇവർ മരിച്ചു. തുടർന്ന് നിർത്താതെ പോയ ബൈക്ക് യാത്രികനെ നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പിടികൂടിയത്. ചാവക്കാട് നഗരസഭയുടെയും ബീച്ച് ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൌൺസിലിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ 2 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന ബീച്ച് ഫെസ്റ്റിവൽ സമാപിച്ചു. സമാപന സമ്മേളനം കേരള പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. 2 ദിവസമായിട്ട് നല്ല പരിപാടികളോടെ ഇവിടെ നടക്കുകയാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ സന്തോഷം ഇത്തരത്തിൽ എല്ലാവരും ഒന്നിച്ച് ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നു എന്നതാണ്. കടലിന്റെ തീരത്ത് ഒത്തുചേരുന്നത് തന്നെ വളരെ മാനസികോല്ലാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കൾ, സാംസ്കാരിക രംഗത്തെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വൈസ് ചെയർമാൻ KK മുബാറക് സ്വാഗതവും നഗരസഭാ സെക്രട്ടറി MS ആകാശ് നന്ദിയും പറഞ്ഞു. തുടർന്ന് ഇതേ വേദിയിൽ പ്രാദേശിക കലാപ്രതിഭകൾ അവതരിപ്പിച്ച കലാസന്ധ്യ, വർണ്ണമഴ തുടങ്ങി വിവിധ പരിപാടികളും ഉണ്ടായിരുന്നു. ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി ഡിസംബർ 30, 31 തീയതികളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ഫെസ്റ്റിവലാണ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് ജനുവരി 4, 5 തീയതികളിലേക്ക് മാറ്റിയത്. ശനിയാഴ്ച വൈകിട്ട് നടത്തിയ സാംസ്കാരിക സമ്മേളനത്തോടെയാണ് ഫെസ്റ്റിവലിന് തുടക്കമായത്. NK അക്ബർ MLA ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത്. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ ആദരിക്കൽ, കായംകുളം പാട്ടുകമ്പനി ഒരുക്കിയ മെഗാ മ്യൂസിക് നൈറ്റ് എന്നിവയുമുണ്ടായി. ബീച്ചിൽ കാർണിവലും മറ്റ് വിനോദ പരിപാടികളും ഒരുക്കിയിരുന്നു. 2 ദിവസങ്ങളിലും സന്ദർശകരുടെ വലിയ തിരക്കാണ് ഉണ്ടായത്. പൊളിച്ചിട്ട റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുന്നില്ല. മാറഞ്ചേരിയിൽ വാർഡ് മെമ്പർ സുലൈഖ റസാഖ് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ജലജീവൻ ഉദ്യോഗസ്ഥർ മുട്ടുമടക്കി. പരിച്ചകം റോഡിലായിരുന്നു കുത്തിയിരിപ്പ് സമരം. പിന്തുണ നൽകി മെമ്പർമാരായ സംഗീത രാജനും T മാധവനും എത്തിയതോടെ പ്രതിഷേധം കനത്തു. തുടർന്ന് ഓട്ടോ തൊഴിലാളികളും നാട്ടുകാരും എത്തി. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പെരുമ്പടപ്പ് പോലീസ് പഞ്ചായത്ത് അംഗങ്ങളുമായി ചർച്ച നടത്തിയപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ സ്ഥലത്തെത്തി വ്യക്തമായ മറുപടി നൽകിയാലേ പിന്മാറൂ എന്ന നിലപാടിനെ തുടർന്ന് ജലജീവൻ മിഷൻ ഓവർസിയറെ വിളിച്ചു വരുത്തുകയായിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് മുമ്പ് റോഡ് പണി പൂർത്തീകരിക്കുമെന്ന ഉറപ്പിനെ തുടർന്നാണ് മെമ്പർമാർ സമരം അവസാനിപ്പിച്ചത്. അത് എൻ്റെ വാർഡാണ്, 10ാം വാർഡിൻ്റെ ഭാഗമാണ്. ഇത് ജലജീവൻ്റെ വർക്കാണ്. അപ്പോൾ മാസങ്ങളായിട്ട് ഈ എഡ്ജ് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ സ്കൂട്ടിമ്മ പോകുന്ന സ്ത്രീകളൊക്കെ
പെട്ടെന്ന് കാല് കുത്താൻ പറ്റാത്ത കാരണം ഈ എഡ്ജിലേക്ക് വീണ് നിരന്തരം അപകടം ഉണ്ടാവുക. അതേപോലെ തന്നെ എൻ്റെ സഹോദരന്മാരായ ദിവസം വണ്ടി ഓടിച്ച് കുടുംബം പോറ്റുന്ന ഓട്ടോ തൊഴിലാളികൾ, എൻ്റെ സഹോദരന്മാർ, അവർക്ക് ഈ തിരിക്കാനുള്ള എഡ്ജിലേക്ക് വീണിട്ട് ടയർ കേട് വരിക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളായിട്ട് ആൾക്കാർ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇത് ചെയ്യില്ല എന്നോട് പറഞ്ഞു, കാരണം ഇത് ജലജീവൻ്റെ വർക്കാണ്. അപ്പോൾ നിരന്തരം അവരെ വിളിച്ചിട്ട് പോലും അവരുടെ ഭാഗത്തുനിന്ന് എനിക്കൊരു മറുപടി ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചത്. ഇതിനൊരു വ്യക്തമായൊരു മറുപടി എനിക്ക് കിട്ടിയല്ലാതെ ഞാൻ ഇവിടെ നിന്ന് നീക്കില്ല. ഗൾഫിൽ നിന്നും വന്ന എടക്കഴിയൂർ സ്വദേശിയായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ പ്രതികൾ അറസ്റ്റിൽ. ഇൻസ്പെക്ടർ VV വിമലിന്റെ നേതൃത്വത്തിൽ പ്രതികൾ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഗുരുവായൂരുള്ള ലോഡ്ജിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് സംഭവത്തിൽ കലാശിച്ചതെന്ന് പോലീസ് അറിയിച്ചു. അകലാട് MIC സ്കൂൾ റോഡിന് സമീപത്തുള്ള പറയമ്പറമ്പിൽ വീട്ടിൽ മുഹമ്മദ് സഫ്വാൻ, അകലാട് മൊയ്തീൻ പള്ളി കുരിക്കളകത്ത് വീട്ടിൽ ഷഹീൻ, പുന്നീർകുളം അണ്ടത്തോട് പാപ്പാളി പടിഞ്ഞാറയിൽ നദീം ഖാൻ, അകലാട് മൂന്നേനി കുന്തമ്പത്ത് വീട്ടിൽ ആഷിഫ് ഹസാൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. എടക്കഴിയൂർ മഞ്ചറമ്പത്ത് വീട്ടിൽ അലിമകൻ ഷനൂബിനെയാണ് പ്രതികൾ 2 ദിവസത്തോളം തടങ്കലിൽ വെച്ച് മർദ്ദിച്ചത്. ഗൾഫിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന സ്വർണത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് എടക്കഴിയൂരിലുള്ള വീട്ടിൽ നിന്നും യുവാവിനെ തട്ടിക്കൊണ്ടുവന്ന് ഗുരുവായൂരിലെ ലോഡ്ജിൽ തടങ്കലിൽ വെച്ചും വാടനപ്പള്ളി ബീച്ചിലും വെച്ച് മർദ്ദിച്ച കേസിലെ പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തത്. ചാവക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. സബ് ഇൻസ്പെക്ടർ അനിൽകുമാർ PS, വിഷ്ണു S, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിഹാബ്, അരുൺ G, രജിത് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. അതേസമയം ഡിസംബർ 31-ന് ഗൾഫിൽ നിന്നേൽപ്പിച്ച 12 പവൻ സ്വർണവുമായി നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴി വരുന്നതിനിടെ കസ്റ്റംസ് ഷനൂബിനെ പിടികൂടിയിരുന്നു. പിന്നീട് ഇയാളെ പ്രതികൾ വീട്ടിൽ നിന്നിറക്കിക്കൊണ്ടുപോയി നെടുമ്പാശ്ശേരിയിലെത്തിച്ച് നികുതി അടച്ച് സ്വർണം തിരിച്ചെടുപ്പിച്ചിരുന്നു. തിരിച്ചുവരുന്നതിനിടെ വാടനപ്പള്ളി ബീച്ചിൽ കൊണ്ടുപോയി മർദ്ദിക്കുകയും പിന്നീട് ഗുരുവായൂരിലെ അപ്പാർട്ട്മെന്റിൽ പൂട്ടിയിടുകയും ചെയ്തുവെന്നും ബന്ധുക്കൾ പറഞ്ഞു. ഷനൂബ് ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നെല്ലിവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ച് മേജർ സെറ്റ് കഥകളി അരങ്ങേറി. രംഗഭൂഷ ഇരിങ്ങാലക്കുടയാണ് കഥകളി അവതരിപ്പിച്ചത്. തോരണായുദ്ധമായിരുന്നു കഥ. ഡോക്ടർ സദനം കൃഷ്ണൻകുട്ടി, സദനം മോഹനൻ, ഇരിങ്ങാലക്കുട വിനോദ്, വെള്ളനേഴി ഹരിദാസ് എന്നിവർ വേഷമിട്ടു. സദനം ശിവദാസ്, സദനം ജ്യോതിസ് ബാബു എന്നിവർ പാട്ടിലും, കലാമണ്ഡലം ബാലസുന്ദരൻ ചെണ്ടയിലും, ചെർപ്പളശ്ശേരി ഹരിഹരൻ, RLV പ്രകാശൻ മദ്ദളത്തിലും പിന്നണിയായി. കലാനിലയമാണ് ചുട്ടിക്ക് നേതൃത്വം നൽകിയത്. എട്ട് വർഷത്തോളമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പീഡനക്കേസിലെ പ്രതി അറസ്റ്റിൽ. ചാവക്കാടുള്ള യുവതിയെ വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും 10 പവനോളം സ്വർണം കൈക്കലാക്കി വഞ്ചിച്ച കേസിൽ ഇടുക്കി തൊടുപുഴ കോത്താനിക്കുന്ന് വീട്ടിൽ 42 വയസ്സുള്ള മജീദിനെയാണ് ചാവക്കാട് പോലീസ് ഇൻസ്പെക്ടർ VV വിമലിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ഇടുക്കി തൊടുപുഴ ഭാഗങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ ദിവസങ്ങളോളം മേഖലയിൽ ക്യാമ്പ് ചെയ്ത ശേഷം പിടികൂടുകയായിരുന്നു. ചാവക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. സബ് ഇൻസ്പെക്ടർ അനിൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഹംദ്, സജീഷ്, റോബർട്ട്, അനൂപ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. എരുമപ്പെട്ടിയിൽ നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൽ നിന്നും വൈദ്യുതി വയറുകൾ മോഷ്ടിച്ചു. എരുമപ്പെട്ടി യുണൈറ്റഡ് ടർഫിന് സമീപം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന തേറുപ്പറമ്പിൽ സുരേഷിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് വൈദ്യുതി വയർ വൻതോതിൽ മോഷ്ടിച്ചത്. കെട്ടിടത്തിന് പുറത്തുള്ള പൈപ്പുകൾ പൊട്ടിച്ച് ഉള്ളിൽ സ്ഥാപിച്ചിരുന്ന വയർ മുറിച്ചെടുത്തു കൊണ്ടുപോവുകയായിരുന്നു. ഏകദേശം 30,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. നിർമ്മാണം നടക്കുന്ന കെട്ടിടങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള മോഷണം പതിവായിരിക്കുകയാണ്. നിർമ്മാണ ഉപകരണങ്ങളും സ്റ്റീൽ ടാപ്പ്, കോപ്പർ വയർ, ഇരുമ്പ് കമ്പികൾ തുടങ്ങിയവ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. മുമ്പ് എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിൽ ഇരുമ്പ് സാമഗ്രികളും കരിയന്നൂരിലുള്ള കെട്ടിടത്തിൽ നിന്നും സ്റ്റീൽ ഉപകരണങ്ങളും മോഷണം പോയിട്ടുണ്ട്. സംസ്ഥാന യുവജനോത്സവത്തിൽ മംഗലം കളിയിൽ A ഗ്രേഡ് സ്വന്തമാക്കി മരത്തംകോട് ഗവൺമെന്റ് ഹൈസ്കൂൾ. അജിത് മാസ്റ്ററുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും സതീഷ് കൈപ്പള്ളി എന്ന അധ്യാപകനെ കൊണ്ടുവന്നാണ് കുട്ടികളെ പരിശീലിപ്പിച്ചത്. മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികൾ സംസ്ഥാന തലത്തിലും തൃശൂരിന്റെ അഭിമാനമുയർത്തി A ഗ്രേഡ് സ്വന്തമാക്കുകയും ചെയ്തു.
കുന്നംകുളം തെക്കേ അങ്ങാടി സെന്റ് മത്യാസ് ദേവാലയത്തിൽ ദനഹപ്പെരുന്നാൾ ശുശ്രൂഷകൾ നടന്നു. ഞായർ തിങ്കൾ ദിവസങ്ങളിലായാണ് ദനഹപ്പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് 7-ന് സന്ധ്യാ നമസ്കാരം, പ്രദക്ഷിണം, ശ്ലൈഹിക വാഴ്വും ഉണ്ടായി. ശുശ്രൂഷകൾക്ക് ഇടവക വികാരി ഫാദർ ഗി വർഗീസ് തോലത്ത്, മുംബൈ ഭദ്രാസനത്തിലെ ഫാദർ ടി.യു. തോമസ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. തിങ്കളാഴ്ച രാവിലെ 7-ന് പ്രഭാത നമസ്കാരം, വിശുദ്ധ കുർബാനയും ഉണ്ടായി. വൈകിട്ട് 5-ന് നടന്ന അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. പള്ളി ട്രസ്റ്റി എം. ജി. ജോൺസൺ, സെക്രട്ടറി ടി. ജോബിൻസ് പീറ്റർ എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ദനഹ പെരുന്നാൾ ആഘോഷിച്ചു. ഞായറാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളിക്ക് മുന്നിലൊരുക്കിയ വലിയ പിണ്ടിയിൽ വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ ആദ്യ ദീപം തെളിയിച്ചു. തുടർന്ന് അങ്ങാടികളിലെ വീടുകളിൽ ചിരാതുകൾ, പിണ്ടികൾ, മെഴുകുതിരികൾ എന്നിവ കത്തിച്ചു. തിങ്കളാഴ്ച രാവിലെ ദനഹ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രഭാത പ്രാർത്ഥന, വെള്ളം വാഴ്വ്, പെരുന്നാളിന്റെ രാജകീയ പ്രദക്ഷിണം, വിശുദ്ധ കുർബാനയുമുണ്ടായി. പ്രകാശത്തിന്റെ ഉത്സവമായ ദനഹ പെരുന്നാളിൽ വീടുകളിൽ വൈകിട്ട് വിശ്വാസികൾ പിണ്ടിയിൽ ദീപങ്ങൾ, ചിരാതുകൾ, മെഴുകുതിരികൾ എന്നിവ തെളിയിച്ചു. ദനഹ പെരുന്നാളിന്റെ സമാപനത്തോടെ ക്രിസ്മസിന്റെ ഭാഗമായി വീടുകളിൽ തെളിയിച്ച നക്ഷത്രങ്ങൾ, അലങ്കാരങ്ങൾ എന്നിവയെല്ലാം നീക്കും. വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. ക്രിസ്തു മാമോദീസ സ്വീകരിച്ചതിന്റെ സ്മരണയിൽ പള്ളികളിൽ ദനഹ പെരുന്നാൾ ആഘോഷിച്ചു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ 2025 ചിരാതുകളിൽ ദീപം തെളിയിച്ചു. പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥനയുമുണ്ടായി. അങ്ങാടികളിൽ വാഴപ്പിണ്ടിയിൽ ചിരാതുകൾ തെളിയിച്ചു. പെരുന്തുരുത്തി മാർ ബസേലിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ വികാരി ഡോക്ടർ ഫാദർ സണ്ണി ചിരാത് തെളിയിച്ചു. പഴഞ്ഞി ജെറൂസലേം സെന്റ് ജോൺസ് കുരിശുപള്ളി പെരുന്നാൾ ആഘോഷിച്ചു. ഞായറാഴ്ച വൈകിട്ട് സന്ധ്യാ നമസ്കാരം, പ്രദക്ഷിണം, ആശീർവാദവുമുണ്ടായി. തിങ്കളാഴ്ച വൈകിട്ട് കുരിശുപള്ളിയിൽ ധൂപപ്രാർത്ഥന, പ്രദക്ഷിണം, ആശീർവാദം, പൊതുസദ്യയുമുണ്ടായി. വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ് എന്നിവർ നേതൃത്വം നൽകി. പ്രകൃതിക്കും മനുഷ്യജീവനും ഭീഷണി ഉയർത്തുന്ന കടവല്ലൂർ പഞ്ചായത്തിലെ കോട്ടോൽ പ്രദേശത്തെ 2 കുന്നുകൾ ഇടിച്ചു നിരത്തി മണ്ണെടുക്കുന്നതിനെതിരെ പ്രദേശവാസികൾ പ്രതിഷേധ സംഗമവും റാലിയും നടത്തി. ദേശീയപാത നിർമ്മാണത്തിനായി കരാർ കമ്പനിയാണ് കുന്നുകളിടിച്ച് വൻതോതിൽ മണ്ണ് കൊണ്ടുപോകുന്നത്. അമിതഭാരമായി രാത്രികാലങ്ങളിൽ പോലും വലിയ ലോറികൾ പോകുന്നത് പ്രദേശവാസികളുടെ സ്വൈര്യജീവിതത്തിന് തടസ്സമാണെന്ന് ആരോപിച്ച് നാട്ടുകാർ ലോറികൾ തടയുകയും വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. കുന്നിക്കൽ മേഖലയിലെ 300ഓളം കുടുംബങ്ങളുടെ കുടിവെള്ളം ഇല്ലാതാക്കുന്നതിനും ഇത് കാരണമാകുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. കുന്നിടിക്കൽ അവസാനിപ്പിക്കുക, ഇടുങ്ങിയ വഴിയിലൂടെ അമിതഭാരം കയറ്റിവരുന്ന വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കുക, മനുഷ്യജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നീ ആവശ്യങ്ങളുമായുള്ള പ്ലക്കാർഡുകളുമായി കുട്ടികളും സ്ത്രീകളുമായി ആക്ഷൻ കൌൺസിൽ നടത്തിയ പ്രതിഷേധ റാലി കോട്ടോൽ വായനശാല പരിസരത്ത് സമാപിച്ചു. തുടർന്ന് ആക്ഷൻ കൌൺസിൽ അംഗം മുരളി പൊറ്റേക്കാടിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ സംഗമം പരിസ്ഥിതി പ്രവർത്തകൻ ലിജിൽ രാജൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ രാഷ്ട്രീയം നിങ്ങളിൽ ഇടപെടുന്നു. മഹത്തായ ഒരു വാക്കാണത്. നിങ്ങളത് ചിന്തിക്കേണ്ട വാക്കാണ്. കാരണം എന്താണ് രാഷ്ട്രീയം? രാഷ്ട്രത്തെ സംബന്ധിച്ച് എന്തും രാഷ്ട്രീയമാണ്. അതിൽ ചൂഷണമായാലും എന്തായാലും രാഷ്ട്രീയമാണത്. നിങ്ങളിവിടെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. പല പിന്തിരിപ്പ നിലപാടിലൂടെയും പല തെറ്റിദ്ധാരണകളോടെയും ഇവിടെ നിങ്ങൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു, പേടിച്ച് കിടക്കുകയായിരുന്നു. നിങ്ങൾക്ക് പോലീസ് കേസാവും, ഡൽഹിയിൽ പോകേണ്ടി വരും എന്ന് പല പിന്തിരിപ്പ നയങ്ങളുമായി ഇവിടെ പല ആൾക്കാരും കോറി മാഫിയയ്ക്കും ഖനന മാഫിയയ്ക്കും വേണ്ടി ഇവിടെ പിന്തിരിപ്പ നിലപാടുകളായിട്ട് വന്നപ്പോൾ നിങ്ങൾ ഇവിടെ രാഷ്ട്രീയത്തിലായിരുന്നില്ല, നിങ്ങൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടായിരുന്നില്ല. അധികാരി വർഗം നിങ്ങൾ ഇടപെട്ടു, നിങ്ങളെ ചൂഷണം ചെയ്തു, നിങ്ങളെ പറ്റിച്ചു. അവർ രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ലേ? ഇല്ലേ? സത്യല്ലേ? വാർഡ് മെമ്പർ KG നിഷ, കൺവീനർ ഷഫീഖ്, പ്രമോദ്, സരിത, ശ്രീരാഗ്, സുമിത്ത, ലക്ഷ്മണൻ, അബൂബക്കർ എന്നിവർ സംസാരിച്ചു. വേലൂർ പഞ്ചായത്തിലെ കുറുമാൽ റോഡിൽ തോമസ് സെന്ററിന് സമീപം റോഡരികിലെ വലിയ മരത്തിന്റെ ശിഖരം ഇലക്ട്രിക് കമ്പികളുടെയും സമീപത്തെ വീടിന്റെ മുകളിലേക്കുമായി പൊട്ടിവീണു. നാശനഷ്ടമില്ല. KSEB ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും ചേർന്ന് മരശിഖരം മുറിച്ചുമാറ്റി വൈദ്യുതി പുനഃസ്ഥാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി, വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CF ജോയ്, മെമ്പർമാരായ അജി ജോഷി, വിമല നാരായണൻ എന്നിവർ നേതൃത്വം നൽകി. സ്വച്ഛ് സർവേക്ഷൺ 2024 പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ തയ്യാറാക്കിയ ചുമർ ചിത്രം ശ്രദ്ധേയമാകുന്നു.
മാലിന്യമുക്തം നവകേരളം സ്വച്ഛ് സർവേക്ഷൻ 2024 ഗാർബേജ് ഫ്രീ സിറ്റി പദ്ധതി പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊതു ഇടങ്ങൾ വർണ്ണാഭമാക്കുന്ന പ്രവർത്തനങ്ങളാണ് കുന്നംകുളം നഗരസഭയിൽ നടക്കുന്നത്. ഇതേ തുടർന്ന് കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിലെ കവാടച്ചുവരിൽ തയ്യാറാക്കിയ ചുമർചിത്രമാണ് ശ്രദ്ധേയമാകുന്നത്. ചിത്രകാരൻ അടുപ്പുട്ടി ചീരൻ വീട്ടിൽ സണ്ണിയുടെ നേതൃത്വത്തിലുള്ള കലാകാരന്മാരാണ് ചുമർചിത്രമൊരുക്കിയത്. സ്ട്രീറ്റ് ആർട്ട് വിഭാഗത്തിൽ വരുന്ന ചിത്രത്തിന് 60 അടി നീളവും 12 അടി വീതിയുമാണുള്ളത്. ചുമർചിത്രത്തിന്റെ പൂർത്തീകരണവും സമർപ്പിക്കലും ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. സമാനമായ ചിത്രങ്ങൾ കവാടത്തിന്റെ മറ്റ് 4 ഭാഗങ്ങളിൽ കൂടി വരയ്ക്കുമെന്നും ചിത്രകാരൻ സണ്ണി പറഞ്ഞു. കേരളം മുഴുവൻ പൊതുസ്ഥലങ്ങൾ സൗന്ദര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി കുന്നംകുളം മുനിസിപ്പാലിറ്റി തുടർന്നു വരുന്ന ചുമർ പരസ്യങ്ങൾ, ചുമർ ചിത്രങ്ങൾ കഴിഞ്ഞ ചില മാസങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഭംഗിയായിട്ട് ചെയ്യുവാൻ സാധിച്ചു. ഞങ്ങൾ നമ്മുടെ പട്ടണം സൗന്ദര്യവൽക്കരിക്കുവാൻ, വർണ്ണ ശബളമായി തീരുവാൻ കുന്നംകുളം മുനിസിപ്പാലിറ്റിയോട് ഒരുമിച്ച് നമുക്ക് അണിചേരാം. സ്വച്ഛ് സർവേക്ഷൻ 2024 പ്രവർത്തനങ്ങളുടെ ഭാഗമായി നഗരത്തിന്റെ പൊതു ഇടങ്ങളിൽ ചുമർ ചിത്രങ്ങളും ബ്യൂട്ടി സ്പോട്ടുകളും ഒരുക്കുന്ന പ്രവർത്തനം നടന്നുവരികയാണെന്നും ജനുവരി 15ഓടുകൂടി പൂർത്തീകരിക്കുമെന്നും നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി പി ജോൺ പറഞ്ഞു. സ്വച്ഛ് സർവേക്ഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ഗ്രേഡിംഗ് സർവേ തുടങ്ങിയവ നടന്നു വരികയാണ്. രാജ്യത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും, പ്രധാനമായി കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലുമാണ് ഇത്തരം ഗ്രേഡിംഗ് നടന്നു വരുന്നത്. സിറ്റി ബ്യൂട്ടിഫിക്കേഷൻ നടത്തുക, സെൽഫി പോയിന്റുകൾ സ്ഥാപിക്കുക, പൊതുജലാശയങ്ങൾ തുടങ്ങിയവ വൃത്തിയാക്കി അവിടെ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലേക്ക് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുക, പൊതു ടോയ്ലറ്റുകളുടെ വൃത്തി ഉറപ്പുവരുത്തുക, അതിൻ്റെ ക്ലീനിങ് ഉറപ്പുവരുത്തുക. ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും, വിദ്യാർത്ഥികളും എല്ലാവരും സ്വച്ഛ് സർവേക്ഷൻ പ്രവർത്തനങ്ങളോട് അണിചേരണമെന്ന് കുന്നംകുളം നഗരസഭയ്ക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുകയാണ്. കുട്ടികളിൽ ശാസ്ത്രബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൂനമുച്ചി സെന്റ് തോമസ് UP സ്കൂളിൽ യുറീക്ക ശാസ്ത്ര കേരളം മാസികകൾ വിതരണം ചെയ്തു. കൂനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെയാണ് എല്ലാ ക്ലാസുകളിലും പുസ്തകങ്ങളുടെ വിതരണം നടത്തിയത്. കൂനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി KJ ബിജു പുസ്തകങ്ങൾ സ്കൂൾ അധികൃതർക്ക് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. പരിഷത്ത് മേഖലാ കമ്മിറ്റി അംഗങ്ങളായ PK രാജൻ മാസ്റ്റർ, MR വർഗീസ്, പ്രധാന അധ്യാപിക ബീന ടീച്ചർ, പരിഷത്ത് ചൂണ്ടൽ യൂണിറ്റ് സെക്രട്ടറി സൂര്യദാസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പുനേർകുളം പഞ്ചായത്ത് തല വിജ്ഞാനോത്സവം കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വർഷം തോറും പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് നടത്തുന്ന വിജ്ഞാനോത്സവത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ നിർവഹിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് V താജുദ്ദീൻ, MPTA പ്രസിഡന്റ് KP ലിജി, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകൻ നിവാസൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഫുഡ് പ്ലേറ്റ് നിർമ്മാണം, അളന്നു നോക്കാതെ ഭാരം കണ്ടെത്തൽ, ലൂക്ക കലണ്ടർ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യോത്തര നിർമ്മാണം, സമീകൃത ആഹാരങ്ങൾ തരംതിരിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ കുട്ടികൾ നടത്തി. അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, PTA അംഗങ്ങൾ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്ത ചടങ്ങിന് സ്കൂൾ പ്രിൻസിപ്പാൾ PS സന്തോഷ് സ്വാഗതവും കായിക അധ്യാപകൻ നാസർ ഹുസൈൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. എരുമപ്പെട്ടി ശങ്കരൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ മകരപ്പത്ത് മഹോത്സവത്തിനോടനുബന്ധിച്ചുള്ള പറവെപ്പും പറയെടുപ്പും ആരംഭിച്ചു. 22-ാം തീയതി വരെയാണ് വിവിധ ദേശങ്ങളിൽ പറയെടുപ്പ് നടക്കുന്നത്. മകരപ്പത്ത് വരെ എല്ലാ ദിവസവും രാവിലെ 8 മുതൽ 9 വരെ ക്ഷേത്രത്തിൽ പറവെപ്പ് നടക്കും. ഉത്സവ ദിവസം രാവിലെ 9 മണി മുതലാണ് പറവെപ്പ് നടക്കുക. പറപ്പുറപ്പാടിനോടനുബന്ധിച്ച് ഗുരുവായൂർ കാർത്തിക് ജെ മാരാരുടെ നേതൃത്വത്തിൽ തായമ്പക അരങ്ങേറി. ക്ഷേത്ര ഊരാളൻ ബാലകൃഷ്ണൻ നമ്പ്യാർ, ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് കോഴിക്കാട്ടിൽ ശങ്കരൻകുട്ടി മാസ്റ്റർ, സെക്രട്ടറി കക്കാട്ട് ഗോവിന്ദൻകുട്ടി, ട്രഷറർ പട്ടിപ്പറമ്പിൽ ശിവരാമൻ നായർ തുടങ്ങിയവരാണ് ആഘോഷത്തിന് നേതൃത്വം നൽകുന്നത്. ഭാരത് റൈസ് വീണ്ടും കുന്നംകുളത്ത് വിതരണത്തിനെത്തി. പോർക്കുളം പഞ്ചായത്തിലെ പാറേമ്പാടം, കുരിശ്, പോർക്കുളം സെന്റർ എന്നിവിടങ്ങളിലാണ് ഞായറാഴ്ച ഭാരത് റൈസ് വിതരണം ചെയ്തത്. BJP കുന്നംകുളം മണ്ഡലം ജനറൽ സെക്രട്ടറി PJ ജെബിൻ ഉദ്ഘാടനം ചെയ്തു. പോർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വിഗീഷ്, വിനോദ് കുമാർ, സുധീർ, പ്രേമദാസ്, TN ബാലചന്ദ്രൻ, ഷിജു തുടങ്ങിയവർ നേതൃത്വം നൽകി. കിലോയ്ക്ക് 34 രൂപ നിരക്കിലാണ് അരി വിതരണം ചെയ്തത്. അടുത്ത ദിവസങ്ങളിലും ഭാരത് റൈസ് വിതരണത്തിനെത്തുമെന്ന് BJP പോർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വിഗീഷ് പറഞ്ഞു. കുന്നംകുളം യൂണിയൻ ക്രിസ്ത്യൻ സുവിശേഷ സംഘത്തിന്റെ നേതൃത്വത്തിൽ 73-ാം വാർഷിക കൺവെൻഷൻ ജനുവരി 8 ബുധനാഴ്ച മുതൽ 12-ാം തീയതി ഞായറാഴ്ച വരെ നടക്കും.
പൗലോസ് പാറേക്കര കോർ എപ്പിസ്കോപ്പ, ബ്രദർ മനു റസൽ, ബ്രദർ പി ജോർജ് ഉമ്മൻ എന്നിവരാണ് പ്രാസംഗികർ. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2-ന് യൂണിയൻ ക്രിസ്ത്യൻ സുവിശേഷ സംഘത്തിന്റെ 72ാം വാർഷികാഘോഷവും സൺഡേ സ്കൂൾ സമ്മാനദാനവും നടത്തും. യോഗാനന്തരം വാഹന സൗകര്യവും ഏർപ്പെടുത്തിയതായി ഭാരവാഹികൾ അറിയിച്ചു. മാറ്റിവെച്ചിരുന്ന വേലൂർ സർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള 126 ഇനം കലാപരിപാടികളോടെയുള്ള കലാസംഗമം ഫെബ്രുവരി 8-9 തീയതികളിലായി നടത്തും. ജനുവരി 26-ന് തിരികെ സ്കൂളിലേക്ക് എന്ന പേരിൽ പൂർവ്വ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ച സംഗമം നടത്താനും സംഘാടക സമിതി നിർവാഹക സമിതി യോഗം തീരുമാനിച്ചു. ശതാബ്ദി ആഘോഷ സംഘാടക സമിതി ചെയർമാനും ഗുരുവായൂർ ദേവസ്വം ചെയർമാനുമായ ഡോക്ടർ വി കെ വിജയൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. RSRV സ്കൂൾ ഹെഡ് മാസ്റ്റർ MV രത്നകുമാർ, സ്കൂൾ പ്രിൻസിപ്പൽ S കവിത, PTA പ്രസിഡന്റ് KK രാജൻ, മദർ PTA പ്രസിഡന്റ് ഷെജീന നാസർ, SMC ചെയർമാൻ TD ദയൻ എന്നിവർ സംസാരിച്ചു. കോട്ടപ്പടി ഇരിങ്ങപ്പുറം ഗ്രാമീണ വായനശാല MT അനുസ്മരണം സംഘടിപ്പിച്ചു. ലൈബ്രറി കൌൺസിൽ മുൻ താലൂക്ക് സെക്രട്ടറി വിജയൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. A നാരായണൻ അധ്യക്ഷനായി. വായനശാല സെക്രട്ടറി TS ഷെനിൽ, MA അഷ്റഫ്, വിജയൻ മനയിൽ, KS സിദ്ധാർത്ഥൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് MT സംവിധാനം നിർവഹിച്ച നിർമാല്യം സിനിമ പ്രദർശനം നടത്തി. ചാവക്കാട് നഗരസഭ 19ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരണീയം സംഘടിപ്പിച്ചു. വാർഡിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന വാർഡ് കൌൺസിലർ ഫൈസൽ കാനാമ്പുള്ളി, സംഗീത അക്കാദമി വഴി സഹായം നൽകുന്ന പ്രവാസി സംഗീതജ്ഞൻ ബഷീർ കുറുപ്പത്ത്, വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളെയുമാണ് ആദരിച്ചത്. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, സാഹിത്യകാരൻ MT വാസുദേവൻ നായർ എന്നിവർക്ക് അനുശോചനം രേഖപ്പെടുത്തിയതിനു ശേഷം നടന്ന അനുമോദന യോഗം ചാവക്കാട് ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് CI ഗോപപ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് തേർലി അശോകൻ അധ്യക്ഷത വഹിച്ചു. പ്ലാസ്റ്റിക് മാലിന്യം എടുക്കാത്ത വീടുകളിൽ നിന്നുമുള്ള നിർബന്ധിത പിരിവ് പിൻവലിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. വാർഡ് പ്രസിഡന്റ് നാസിം നാലകത്ത്, സേവാദൾ സംസ്ഥാന സെക്രട്ടറി അനിത ശിവൻ, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ സലാം കൊപ്പര, പെൻഷനേഴ്സ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CP കൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ്, ചാവക്കാട്. കടങ്ങോട് പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം വെള്ളാർക്കാട് മുക്രിയകത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ഗോപി, മെമ്പർ KK മണി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ രമണി രാജൻ, TP ലോറൻസ്, ബീന രമേശ്, മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ മാനവിക വേദിയുടെയും ചാവക്കാട് ഘരാനയുടെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന ചാറിയാർ സംഗീതയാത്രയുടെ സംഘാടക സമിതി രൂപീകരിച്ചു. ഗുരുവായൂരിൽ നടന്ന യോഗത്തിൽ രക്ഷാധികാരികളായി NK അക്ബർ MLA, ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ PK വിജയൻ, മുൻ MLA-മാരായ KV അബ്ദുൽ ഖാദർ, PT കുഞ്ഞു മുഹമ്മദ്, പ്രശസ്ത കവി റഫീഖ് അഹമ്മദ്, സിനിമാ താരം VK ശ്രീരാമൻ, RV അബ്ദുൾ മജീദ്, CK വേണു എന്നിവരെ സംഘാടക സമിതി രക്ഷാധികാരികളായി തെരഞ്ഞെടുത്തു. ഡോക്ടർ സൈനുൽ ഹുക്മാൻ ജനറൽ കൺവീനർ, അഡ്വക്കേറ്റ് PP ഹാരിസ് ചെയർമാൻ, KA മോഹൻദാസ് കോർഡിനേറ്റർ, AH അക്ബർ കൺവീനർ എന്നിവരടങ്ങിയ സംഘാടക സമിതി രൂപീകരിച്ചു. ഫെബ്രുവരി 19-ന് ചാവക്കാട് നഗരസഭാ ചത്തുരത്തിലാണ് ചാറിയാർ സംഗീതയാത്ര നടക്കുന്നത്. സംഗീതജ്ഞനും കവിയുമായ ഡോക്ടർ മദൻ ഗോപാൽ സിംഗ്, ഗിറ്റാർ ബാൻജോ പാശ്ചാത്യ സംഗീതജ്ഞനുമായ ദീപക് കാസ്റ്റലിനോ, സരോദ്വാദകൻ പ്രീതം ഘോഷാൽ, തബലാവാദകൻ അംജദ് ഖാൻ എന്നിവരാണ് ചാറിയാർ ഗായകന്മാർ. വെങ്കിടങ്ങ് കുണ്ടഴിയൂർ GMUP സ്കൂളിലെ ശീതകാല പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. വിദ്യാലയത്തിന്റെ കാർഷിക ക്ലബിന്റെ നേതൃത്വത്തിൽ കൃഷി ചെയ്ത ശീതകാല വിളകളായ കാബേജ്, കോളിഫ്ലവർ എന്നിവയുടെ വിളവെടുപ്പാണ് നടന്നത്. SSG ചെയർമാൻ അഫ്സൽ പാടൂർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപകൻ CV സുഭാഷ് അധ്യക്ഷനായി. കാർഷിക ക്ലബ്ബ് കൺവീനർ AS രാജു, അധ്യാപിക ഷീജ കബീർ എന്നിവർ സംസാരിച്ചു. കാർഷിക ക്ലബ്ബ് അംഗങ്ങൾ വിളവെടുപ്പിൽ പങ്കാളികളായി. കോളിഫ്ലവർ, കാബേജ് കൃഷിയിലൂടെ തുടർച്ചയായി 3ാം വർഷമാണ് വിദ്യാലയത്തിൽ 100% വിളവ് ലഭിക്കുന്നത്. അത്യാവശ്യക്കാരന് സാമ്പത്തികമായി സഹായിക്കാൻ പണ്ടുകാലത്തുണ്ടായിരുന്ന ഗ്രാമീണ പരസ്പര സഹായ പദ്ധതിയായിരുന്ന ചങ്ങാതിക്കുറി കാട്ടകാമ്പാൽ വാണ്യത്തിൽ പുനർജനിക്കുന്നു. പെൺമക്കളുടെ വിവാഹാവശ്യം, വീട് നിർമ്മാണം, പുരകെട്ടിമേയൽ, ചികിത്സയ്ക്കുള്ള തുക കണ്ടെത്താൻ, കടം തീർക്കാൻ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് പണം കണ്ടെത്താനാണ് പണ്ട് ചായക്കുറി നടത്തിയിരുന്നത്. പണത്തിന് ആവശ്യമുള്ളയാൾ ഏതെങ്കിലും ചായക്കടയിൽ വെച്ചാണ് ചായക്കുറി നടത്തുക. ചെറിയ ക്ഷണപത്രിക തയ്യാറാക്കി സ്ഥലവും സമയവും തീയതിയും വെച്ച് പണം സ്വരൂപിക്കുന്നതിനുള്ള ആവശ്യം പറഞ്ഞ് ആളുകളെ ചായ സൽക്കാരത്തിലേക്ക് ക്ഷണിക്കുന്നു.
ആ ദിവസം എല്ലാവരും വന്ന് ഒരു ചെറിയ കവറിൽ പണം ചായസൽക്കാരത്തിനിടെ കൈമാറുന്നു. പലതുള്ളി പെരുവെള്ളം പോലെ സ്വരൂപിച്ച തുക ക്ഷണിച്ച ആളുടെ ആവശ്യത്തിനായി ഉപയോഗിക്കുന്നതായിരുന്നു രീതി. കൊള്ളപ്പലിശക്കാരിൽ നിന്നും കഴുത്തറപ്പൻ ബ്ലേഡുകാരിൽ നിന്നും രക്ഷപ്പെടാൻ പണ്ട് ഗ്രാമീണർ ഉപയോഗിച്ച ഈ മാർഗമാണ് കാട്ടകാമ്പാൽ വാണ്യത്തിൽ ചങ്ങാതിക്കുറി എന്ന പേരിൽ നടത്തുന്നത്. വൃക്കരോഗികൾക്ക് ഡയാലിസിസ് നടത്താൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പഴമയുടെ തനിമയോടെ സാമ്പത്തിക സമാഹരണം നടത്തുന്നത്. വാണ്യത്തലേന്ന് വൈകിട്ട് 5 മുതൽ രാത്രി 10 വരെ നടത്തുന്ന ചായക്കുറിയിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന് കൈത്താങ്ങാകാൻ ആഗ്രഹിക്കുന്ന ആർക്കും പങ്കെടുക്കാം. നിങ്ങൾ നൽകുന്ന ചെറുതും വലുതുമായ സംഭാവനകൾ അർഹരായ ഡയാലിസിസ് രോഗികളിലേക്ക് എത്തിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. പുനേർകുളം BJP തൃപ്പറ്റ 7ാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പരിരക്ഷയുടെ ഭാഗമായി 70 വയസ്സ് പൂർത്തിയായവർക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ സഹായ കാർഡിന്റെ ആദ്യഘട്ട വിതരണോദ്ഘാടനം നടത്തി. ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് റിജിൻ കൂവക്കാട്ട് അധ്യക്ഷനായി. BJP ഗുരുവായൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷാജി തൃപ്പറ്റ വിതരണോദ്ഘാടനം നിർവഹിച്ചു. യുവമോർച്ച ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് കിരൺ ബാലചന്ദ്രൻ, ബൂത്ത് ജനറൽ സെക്രട്ടറി രമേശ്, ആദർശ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പദ്ധതിയുടെ 2ാം ഘട്ട രജിസ്ട്രേഷൻ സനാതന സേവാ കേന്ദ്രത്തിൽ വെച്ചും പുന്നൂക്കാവ് സുമിത് വെള്ളാമാക്കലിന്റെ വസതിയിൽ വെച്ചും നടത്തും. സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പിന് കീഴിൽ തലപ്പിള്ളി താലൂക്ക് വ്യവസായ ഓഫീസും കടവലൂർ പഞ്ചായത്തും സംയുക്തമായി സംരംഭക സഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സഭ ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കടവലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ അധ്യക്ഷനായി. പഞ്ചായത്ത് സെക്രട്ടറി ഉല്ലാസ് കുമാർ, CDS ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ, വിവിധ ബാങ്ക് പ്രതിനിധികൾ, വാർഡ് മെമ്പർമാർ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി സ്വാഗതവും ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ TR റോജിമോൻ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ മികച്ച സംരംഭകർക്കുള്ള അവാർഡ് ദാനം, ലൈസൻസ് കൈമാറ്റം, സംരംഭകർക്കായി ബോധവൽക്കരണം എന്നിവ നടത്തി. സൂരജ് MS നേതൃത്വം നൽകി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണത്തിന് തുടക്കമായി. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ഹരിതസേനാംഗങ്ങൾക്കും കുടുംബശ്രീ ആശാപ്രവർത്തകർക്കുമായി പരിശീലനവും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. മാലിന്യ സംസ്കരണം വീടുകളിലും സ്ഥാപനങ്ങളിലും സർവേ ചെയ്യുന്നത് സംബന്ധിച്ച് പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ജിഷ മേരി ക്ലാസ് നയിച്ചു. പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ നിന്ന് കേച്ചേരി സെന്ററിലേക്ക് റാലി സംഘടിപ്പിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് PT ജോസ് അധ്യക്ഷനായി. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് വിനു, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു ജോസഫ്, IRTC കോർഡിനേറ്റർ അക്ഷയ് എന്നിവർ സംസാരിച്ചു. മാലിന്യങ്ങൾ പൊതുനിരത്തിലും മറ്റും വലിച്ചെറിയുന്നതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പഞ്ചായത്തിലെ വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും കൃത്യമായി സംസ്കരണം നടത്തണമെന്നും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളോട് സഹകരിക്കണമെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ചടങ്ങിനെ തുടർന്ന് വ്യാപാര സ്ഥാപനങ്ങളിൽ കയറി ബോധവൽക്കരണവും നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ KT ബാലകൃഷ്ണൻ, ആൻഡോ പോൾ, PS സന്ദീപ്, VP ലീല, നാൻസി ആന്റണി, മാഗി ജോൺസൺ, പഞ്ചായത്ത് ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, കുടുംബശ്രീ ആശാപ്രവർത്തകർ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പെരുമണ്ണൂർ EPNNMM ചൈതന്യ ലൈബ്രറിയും ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയും ലിറ്റററി ക്ലബ്ബും സംയുക്തമായി MT അനുസ്മരണം സംഘടിപ്പിച്ചു. പ്രശസ്ത ചുമർ ചിത്രകാരൻ മണികണ്ഠൻ പുന്നയ്ക്കൽ MTയുടെ ചിത്രം വരച്ച് ഉദ്ഘാടനം ചെയ്തു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി മുഖ്യപ്രഭാഷണം നടത്തി. വനിതാ ലൈബ്രറിയന്മാരായ സുനിത, അനൂപ എന്നിവരും സ്കൂളിലെ NSS വോളണ്ടിയർമാരും ചേർന്ന് MT കൃതികളുടെ പുസ്തക പ്രദർശനവും ക്വിസ് മത്സരവും നടത്തി. ഡോക്ടർ K ജയരാജ ക്വിസ് മാസ്റ്ററായി. മത്സര വിജയികൾക്ക് MTയുടെ പുസ്തകം സമ്മാനിച്ചു. പ്രിൻസിപ്പാൾ ഡോക്ടർ സജീന ഷുക്കൂർ, പ്രധാനാധ്യാപിക സുവർണകുമാരി, PTA പ്രസിഡന്റ് PV രജീഷ് കുമാർ, വായനശാല ഭാരവാഹികളായ EK മണികണ്ഠൻ, M നഫീസ, PK നിതിൻ ദേവ്, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സംസാരിച്ചു. പാത്രമംഗലം സെന്റ് ജോസഫ് ദേവാലയത്തിൽ യൗസേപ്പ് പിതാവിന്റെയും സെബസ്ത്യനോസിന്റെയും അന്തോണിസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. രാവിലെ 10-ന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന നടന്നു. തയ്യൂർ പള്ളി വികാരി ഫാദർ ഗ്രിജോ മുരിങ്ങാത്തേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബിജു ആലപ്പാട്ട് സന്ദേശം നൽകി. വെള്ളറക്കാട് വികാരി ഫാദർ നവീൻ മുരിങ്ങത്തേരി സഹകാർമ്മികനായി. വൈകിട്ട് 5-ന് പാട്ടുകുർബാന, തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവുമുണ്ടായി. പാത്രമംഗലം പള്ളി വികാരി ഫാദർ ആൻഡോസ് എലവത്തിങ്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ബാൻഡ് മേളവും അരങ്ങേറി.
പുന്നയൂർ പഞ്ചായത്ത് തലത്തിൽ മാലിന്യമുക്തം വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണത്തിന് തുടക്കമായി. മന്നലാംകുന്ന് ബീച്ചിൽ പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. സുരേന്ദ്രൻ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ അസീസ് മന്നലാംകുന്ന് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹ്റ ബക്കർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിശ്വനാഥൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. IRTC കോർഡിനേറ്റർ ആരിഫ സ്വാഗതവും ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ രാജി നന്ദിയും പറഞ്ഞു. കുടുംബശ്രീ, CDS അംഗങ്ങൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ക്ലീൻ പുന്നയൂർ അംഗങ്ങൾ, തൊഴിലുറപ്പ് പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിൽ ബീച്ചിൽ ശുചീകരണവും ബോധവൽക്കരണവും നടത്തി. സെൻട്രൽ കേരള ഹെവൻസ് ഖുർആൻ ഫെസ്റ്റ് ജേതാക്കളായ പെരുമ്പിലാവ് അൻസാർ സ്കൂളിലെ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും ആദരിച്ചു. കാതിക്കോട് അൽ അക്സ പബ്ലിക് സ്കൂളിൽ നടന്ന സെൻട്രൽ കേരള ഹെവൻസ് ഖുർആൻ ഫെസ്റ്റിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ അൻസാർ ഹെവൻസ് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയുമാണ് ആദരിച്ചത്. അൻസാർ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് അധ്യക്ഷനായ ചടങ്ങിൽ അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ EM ഫിറോസ്, ഹെവൻസ് പ്രിൻസിപ്പൽ സുമയ്യ അബ്ദുൾ റഷീദ്, MSN അറബിക് വിഭാഗം മേധാവി ബഷീർ ഷർക്കി, MA കമറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. വിജയികളായ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അൻസാർ സ്ഥാപന മേധാവികൾ സർട്ടിഫിക്കറ്റും ഉപഹാരവും നൽകി ആദരിച്ചു. അധ്യാപകരുടെ നേതൃത്വത്തിൽ ക്യാമ്പസിൽ വിജയാഹ്ലാദ പ്രകടനവും നടത്തി. ഓവറോൾ ചാമ്പ്യൻഷിപ്പിന് പുറമെ സ്കൈ 2 വിഭാഗത്തിലും അൻസാർ ഹെവൻസ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയിരുന്നു. ഖുർആൻ ക്വിസ്, ഇസ്ലാമിക ഗാനം, ഇസ്ലാമിക സംഘഗാനം, മുഖാറ, ഖുർആൻ പാരായണം, ഖുർആൻ ഹിഫിൾ, മലയാളം കഥ പറയൽ, സൂറത്തുക്കളുടെ നാമങ്ങൾ തുടങ്ങി 13 ഇനങ്ങളിലായിരുന്നു മത്സരങ്ങൾ നടന്നത്. മധ്യകേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി 400ഓളം വിദ്യാർത്ഥികൾ ഫെസ്റ്റിൽ പങ്കെടുത്തിരുന്നു. കടപ്പുറം അഞ്ചങ്ങാടി PC ഹമീദ് ഹാജി സ്മാരക ലൈബ്രറിയുടെയും പുരോഗമന കലാസാഹിത്യ സംഘം കടപ്പുറം യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ MT വാസുദേവൻ നായർ അനുസ്മരണവും ഫിലിം സൊസൈറ്റിയുടെ ഉദ്ഘാടനവും നടന്നു. പ്രശസ്ത സിനിമാ നിരൂപകൻ MC രാജ്നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഷാബിർ PB അധ്യക്ഷനായ ചടങ്ങിൽ സിറാജ് P ഹുസൈൻ സ്വാഗതവും നിഹാല ജാസ്മിൻ നന്ദിയും പറഞ്ഞു. പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ സെക്രട്ടറി ശ്രീകുമാർ അമ്മന്നൂർ, പഞ്ചായത്ത് അംഗം മുഹമ്മദ് മാഷ എന്നിവർ സംസാരിച്ചു. ഹബ്രുഷ്, PH മഹറൂഫ്, PU ഷുഐബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പുകസ ഗുരുവായൂർ മേഖലയുടെ 24 ഫ്രെയിംസ് ഫിലിം സൊസൈറ്റി ലോഗോ പ്രകാശനവും MT വാസുദേവൻ നായരുടെ കടവ് സിനിമ പ്രദർശനവും ഉണ്ടായിരുന്നു. ചാവക്കാട് കറുകമാട് ALP സ്കൂളിന്റെ പുതിയ കെട്ടിട ഉദ്ഘാടനം NK അക്ബർ MLA നിർവഹിച്ചു. സ്കൂൾ മാനേജർ അബ്ദുൾ റസാഖ് അധ്യക്ഷനായി. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് VM മുഹമ്മദ് ഗസാലി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഹസീന താജുദ്ദീൻ, VP മൻസൂർ അലി, PM ജയശ്രീ, മുഹമ്മദ് മോൻ, അബ്ദുൾ റഹീം, MC സുധർമ്മ ടീച്ചർ, KA ജോസ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. MA മൈമൂനത്ത് സ്വാഗതവും C ജോസഫ് ജോൺ നന്ദിയും പറഞ്ഞു. കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായി. പഴഞ്ഞി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ ജൂനിയർ റെഡ് ക്രോസ് കേഡറ്റുകൾക്ക് ക്യാപ്പിംഗ് സെറിമണി സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് സാബു ഐനൂർ അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NK ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാന അധ്യാപിക മേഴ്സി പുതിയ കേഡറ്റുകൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഡോക്ടർ സന്തോഷ് എബ്രഹാം പ്രഥമ ശുശ്രൂഷ ക്ലാസ് നൽകി. PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സന്തോഷ് സാജു, VHSC പ്രിൻസിപ്പൽ ജനീർലാൽ, ശ്രുതി, റിജ എന്നിവർ സംസാരിച്ചു. വിപണി. സ്വർണ്ണാഭരണ നിർമ്മാണ വിപണന രംഗത്ത് 4 പതിറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യമുള്ള ഗുരുവായൂർ ശ്രീകൃഷ്ണ ജ്വല്ലറിയിൽ ഡയമണ്ട് കൗണ്ടർ പ്രവർത്തനം ആരംഭിച്ചു. ആകർഷകമായ സമ്മാനങ്ങളോടെ 25 ദിവസം നീണ്ടു നിൽക്കുന്ന ഗ്രാൻഡ് ഡയമണ്ട് ഫെസ്റ്റിനും ഇതോടെ തുടക്കമായി. അംഗീകൃത ലാബിലെ സർട്ടിഫിക്കറ്റോടെ ഗുണനിലവാരമാർന്ന വജ്രാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ഡയമണ്ട് കൗണ്ടർ പ്രവർത്തനം ആരംഭിച്ചത്. രാജ്യാന്തര നിലവാരമുള്ള ഡിസൈനുകളും ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുമാണ് ഡയമണ്ട് കൗണ്ടറിന്റെ പ്രത്യേകത. ഉപഭോക്താക്കളുടെ മനസ്സിനും വസ്ത്രധാരണത്തിനും ഇണങ്ങുന്ന രീതിയിലുള്ള ഡയമണ്ട് നെക്ലേസുകൾ, വളകൾ, കമ്മലുകൾ, മോതിരങ്ങൾ എന്നിവ കുട്ടികൾക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യഥേഷ്ടം തിരഞ്ഞെടുക്കാനുള്ള സൗകര്യമുണ്ട്. സാധാരണക്കാർക്ക് ബഡ്ജറ്റിനിണങ്ങിയ വജ്രാഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരത്തിനൊപ്പം ആകർഷകമായ ഓഫറുകളും സമ്മാനങ്ങളും ഒരുക്കിയതായി മാനേജിംഗ് ഡയറക്ടർ PH വിലാസ് പറഞ്ഞു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് കൗണ്ടറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മിനി ഗുരുവായൂർ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. ഫിനാൻസ് മാനേജർ EU ശ്രീനാരായണൻ, ഷോറൂം മാനേജർ ബിറ്റോ തോമസ്, വിവിധ സംഘടനാ പ്രതിനിധികളായ R ജയകുമാർ, വിനീത് മോഹൻ, ഡോക്ടർ PV മധുസൂദനൻ, TN മുരളി, MA ആസിഫ്, P മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു.
ഡയമണ്ട് ഫെസ്റ്റ് 31-ന് സമാപിക്കും. സ്ഥാപനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് 80 78 04 10 00 എന്ന കസ്റ്റമർ കെയർ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പാലയൂർ ചെഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ മഹോത്സവത്തിന് നാളെ കാലത്ത് 11:30 കൊടിയേറും. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ 7 ദിവസം നീണ്ടുനിൽക്കുന്ന ഉത്സവാഘോഷങ്ങൾക്കും ചൊവ്വാഴ്ച തുടക്കമാകും. വിപണി. ഇന്റർനാഷണൽ ബ്രാൻഡായ ഓട്ടോസോൾ കമ്പനിയുടെ ഡീസൽ എക്സ്ഹോസ്റ്റ് ഫ്ലൂയിഡിന്റെ കേരളത്തിലെ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് കുന്നംകുളത്ത് പ്രവർത്തനം ആരംഭിച്ചു. കെമിക്കൽ മാനുഫാക്ചറിംഗ് രംഗത്ത് 18 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി UAE ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഓട്ടോസോൾ കമ്പനിയാണ് ഡീസൽ എക്സ്ഹോസ്റ്റ് ഫ്ലൂയിഡ് വിപണിയിലിറക്കിയിട്ടുള്ളത്. 7 വർഷം മുമ്പ് പുറത്തിറക്കിയ ഉൽപ്പന്നം വിപണി കീഴടക്കി കഴിഞ്ഞു. നിലവിൽ ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്പിലുമായി 8ഓളം രാജ്യങ്ങളിലേക്ക് ഉൽപ്പന്നത്തിന്റെ എക്സ്പോർട്ടിംഗ് ഉണ്ട്. വാഹനങ്ങളിലെ പുകമലിനീകരണം തടയാൻ ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന ഉൽപ്പന്നമാണ് ഡീസൽ എക്സ്ഹോസ്റ്റ് ഫ്ലൂയിഡ്. ഓട്ടോറിക്ഷകൾ മുതൽ ടോറസ് വരെയുള്ള വാഹനങ്ങളുടെ പുകമലിനീകരണം നിയന്ത്രിക്കാൻ ജർമ്മൻ ടെക്നോളജിയിൽ നിർമ്മിച്ച ഈ ഉൽപ്പന്നത്തിന് കഴിയുമെന്ന് സ്ഥാപന ഉടമകൾ പറയുന്നു. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചും ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം നൽകിയുമാണ് ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നത്. അക്കിക്കാവ് കമ്പിപ്പാലത്ത് പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ നിർവഹിച്ചു. വാർഡ് മെമ്പർ രേഖ ജയറാം ഭദ്രദീപം തെളിയിച്ചു. ഡയറക്ടർമാരായ മുഹമ്മദ് അഷ്റഫ്, ഷംല അഷ്റഫ്, ഷിഹാബ് എന്നിവർ ചേർന്ന് സ്ലീബ ബസ് ഓണർ ബെനറ്റിന് നൽകിക്കൊണ്ട് ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഫ്രാഞ്ചൈസി ഓണർ ഷൈജു, ഷാജി എന്നിവർ പങ്കെടുത്തു. ആദ്യ പർച്ചേസിന് 20% ക്യാഷ് ബാക്ക് ഓഫറിനു പുറമെ ലക്കി ഡ്രോ കൂപ്പണിലൂടെ ബമ്പർ സമ്മാനവും സ്വന്തമാക്കാം. ഓട്ടോസോൾവ് DEF സ്റ്റേഷൻ, കമ്പിപ്പാലം, അക്കിക്കാവ്. പന്നിത്തടം മാത്തൂർ മഹാദേവ ക്ഷേത്രത്തിലെ 1000 കുട ജലധാര ചടങ്ങുകൾക്ക് മേൽശാന്തി സുധീഷ് നേതൃത്വം നൽകി. മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ് ധാര നടത്തി വരാറുള്ളത്. ഹരിദാസൻ ചെറുമനേങ്ങാട്, സുശീല എന്നിവർ ചേർന്ന് നാമജപം നടത്തി. ക്ഷേത്രത്തിൽ മാതൃസമിതി രൂപീകരിക്കുകയും മാതൃസമിതി അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്യുകയും ചെയ്തു. ചടങ്ങുകൾക്ക് SML ബാബു, പ്രമേഷ് ജയൻ, പ്രദീപ്, സുനിൽ ചെറുമനേങ്ങാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ തഫിയ ഖുറാൻ സമ്മേളനവും തൃശൂർ ജില്ലാ മുജാഹിദ് സമ്മേളനത്തിന്റെ പ്രചരണ ഉദ്ഘാടനവും നടന്നു. പുന്നയൂർ എടക്കര മിനി സെന്ററിൽ മർഹൂം ആലി ഹാജി നഗറിൽ നടന്ന സമ്മേളനം വിസ്ഡം ജില്ലാ പ്രസിഡന്റ് KM ഹൈദരാലി ഉദ്ഘാടനം ചെയ്തു. അൻവർ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. ഷാഫി സബാഹി, ഷിഹാബ് എടക്കര തുടങ്ങിയവർ വിഷയാവതരണം നടത്തി. ജനുവരി 19-ന് കയ്പമംഗലം കൊപ്രക്കളത്ത് നടക്കുന്ന തൃശൂർ ജില്ലാ മുജാഹിദ് ആദർശ സമ്മേളനത്തിന്റെ പ്രചരണ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. അഷ്റഫ് സ്വാഗതവും ഉസ്മാൻ എടക്കര നന്ദിയും പറഞ്ഞു. ചാവക്കാട്, ഗുരുവായൂർ മണ്ഡലങ്ങളിലെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രവർത്തകർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7180 രൂപ, പവന് 57,440 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 95 രൂപ. ചരമം. കേച്ചേരി പറപ്പൂക്കാവ് കാക്കനാട്ട് സുബ്രഹ്മണ്യൻ നിര്യാതനായി. 83 വയസ്സായിരുന്നു. മല്ലിക, പരേതരായ ലീല, ഭവാനി എന്നിവർ ഭാര്യമാരാണ്. സുനില, സുലത, സുലതൻ, സൂരജ് എന്നിവർ മക്കളാണ്. സംസ്കാരം നടന്നു. ചുവന്നൂർ ചെറുകുന്ന വൃന്ദാവൻ സ്ട്രീറ്റിൽ തെക്കേക്കര വറീദ് മകൻ അപ്പുക്കുഞ്ഞൻ എന്ന TV ഇയ്യപ്പൻ നിര്യാതനായി. 84 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് കുന്നംകുളം അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും. ഓമനയാട് ഭാര്യ ഷിജി, ഷിജീഷ്, ഫെബിൻ എന്നിവർ മക്കളാണ്. ആർത്താറ്റ് ചാട്ടുകുളം അത്തിക്കോട്ട് ഗോപി നിര്യാതനായി. 83 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 8 മണിക്ക് പൂങ്കുന്നം ശാന്തിഘട്ടിൽ നടക്കും. ഗിരിജ ഭാര്യയും ഷൈജു, ജസിത, സജിത എന്നിവർ മക്കളുമാണ്. കുന്നംകുളം വാലിപ്പറമ്പിൽ കൊള്ളന്നൂർ വീട്ടിൽ തമ്പി നിര്യാതനായി. 69 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
രാജ്യത്തെ ആദ്യ HMPV കേസ് ബാംഗ്ലൂരുവിൽ സ്ഥിരീകരിച്ചു. 8 മാസം പ്രായമുള്ള കുഞ്ഞിനാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും ഗർഭിണികളും ജീവിതശൈലി രോഗമുള്ളവരും മാസ്ക് ഉപയോഗിക്കുന്നതാണ് അഭികാമ്യമെന്നും ആരോഗ്യ വിഭാഗം. കുന്നംകുളം താലൂക്ക് തലത്തിൽ കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്ത് ചൊവ്വാഴ്ച നടക്കും. ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ രാവിലെ 9:30 റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി AC മൊയ്തീൻ MLA. മതസൌഹാർദ്ദം വിളിച്ചോതി എടക്കഴിയൂർ ചന്ദനക്കുടം കൊടിക്കുത്ത് നേർച്ചയ്ക്ക് വർണ്ണാഭമായ തുടക്കം. എടക്കഴിയൂർ സയ്യിദ് ഹൈദ്രോ സിംബിച്ചിക്കോയ തങ്ങളുടെയും സഹോദരി ഫാത്തിമ ബി കുഞ്ഞി ബീവിയുടെയും 167ാമത് ആണ്ടുനേർച്ചയാഘോഷം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി. യേശു മാമോദിസ സ്വീകരിച്ചതിന്റെ സ്മരണയിൽ ക്രൈസ്തവ സമൂഹം വെളിച്ചത്തിന്റെ പെരുന്നാൾ അഥവാ ദനഹ പെരുന്നാൾ ആഘോഷിക്കുന്നു. വീടുകളിലും ദേവാലയങ്ങളിലും ദീപാലങ്കാരങ്ങൾ ഒരുക്കിയ പൗരാണിക ക്രിസ്ത്യൻ ഉത്സവമായ പിണ്ടിപ്പെരുന്നാൾ ആഘോഷം വർണ്ണാഭം. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ. ഗൾഫിൽ നിന്നും വന്ന എടക്കഴിയൂർ സ്വദേശിയായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ പ്രതികൾ അറസ്റ്റിൽ. ചാവക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ VV വിമലിന്റെ നേതൃത്വത്തിൽ അകലാട് സ്വദേശികളായ പ്രതികളെ പിടികൂടിയത് ഗുരുവായൂരിലുള്ള ലോഡ്ജിൽ നിന്ന്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.